നമസ്കാരം. നമ്മൾ പലരും യുക്തിക്ക് നിരക്കാത്ത ചിന്തകളെ കൊണ്ട് നിർമ്മിതമായ കല്ലറകളിലാണ് ജീവിക്കുന്നത്. അതെ, അന്ധവിശ്വാസങ്ങളുടെ കല്ലറ. ഹൗ ടു ബ്രേക്ക് സൂപ്പർസ്റ്റിഷൻസ്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് സൂപ്പർസ്റ്റിഷൻസ് എന്ന് ആദ്യം നോക്കാം. എ സൂപ്പർസ്റ്റിഷൻ is a widely held but irrational belief in supernatural influences, especially as leading to good or bad luck, or a practice based on such a belief. അമാനുഷികത നിറഞ്ഞ യുക്തിക്ക് നിരക്കാത്തതായ സ്വാധീന ശക്തികളിൽ ഉള്ള വിശ്വാസം, അത് നമുക്ക് ഭാഗ്യവും നിർഭാഗ്യവും വിളിച്ചു വരുത്തുന്നു. ഇതാണ് സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ അന്ധവിശ്വാസം. ദർ ഇസ് നോ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. രണ്ട് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഞാൻ മനസ്സിൽ ബന്ധം സ്ഥാപിക്കുന്നു. ഇത് അന്ധവിശ്വാസം കൊണ്ടാണ്. വെബ് ബേസ്ഡായി മെഡിക്കൽ വാർത്തകളും ഇൻഫർമേഷനും കൊടുക്കുന്ന മെഡിക്കൽ ന്യൂസ് ടുഡേ 13 എന്ന അക്കത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മോർ ദൻ 80% ഓഫ് ഹൈ റൈസ് ബിൽഡിംഗ്സ് ഓൾ ഓവർ ദ വേൾഡ് ലാക്ക് എ 13th ഫ്ലോർ. ലോകത്തുള്ള എല്ലാ ഹൈ റൈസ് ബിൽഡിംഗ്സും എടുത്തു നോക്കുകയാണെങ്കിൽ 80% കൂടുതൽ ബിൽഡിങ്ങുകളിൽ 13ാമത്തെ നില ഇല്ല. സം ഹോട്ടൽസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഓഫൺ ചൂസ് നോട്ട് ടു ഹാവ് എ റൂം വിത്ത് ദ നമ്പർ 13. ചില ഹോട്ടലുകളിലും ഹോസ്പിറ്റലുകളിലും 13ാം നമ്പർ മുറിയില്ല. സം എയർലൈൻസ് ആൻഡ് എയർപോർട്ട്സ് റുട്ടീൻലി സ്കിപ്പ് എ 13th aisle ഓർ ദ 13th ഗേറ്റ്. കുറച്ചു സമയം ആകാശത്തിലൂടെ പറക്കാൻ പോവുകയാണ്. ഏത് ഗേറ്റിലൂടെ പോകുന്നത്? 13ാം നമ്പർ ഗേറ്റ്. എത്ര പേർ പോകും? ജീവൻ പണയം വെച്ചുകൊണ്ട് ആരും 13ാമത്തെ ഗേറ്റിലൂടെ പോകില്ല എന്ന് ഈ ഒരു ന്യൂസ് പറയുകയാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ചൈന തിങ്ക് the color red or the number 8 will bring them wealth and happiness. ചുവപ്പ് നിറവും 8 എന്ന സംഖ്യയും ധനവും സന്തോഷവും ഉണ്ടാക്കുന്നു എന്ന് ചൈനയിൽ കുറേ പേര് വിശ്വസിക്കുന്നുണ്ട്. 70% of US students rely on good luck charms for better academic performance. പഠിക്കാതെയുള്ള ഭാഗ്യ പരിശോധന 70% വരുന്ന വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ഇങ്ങനെയാണത്രേ. Some people believe that left palm itching brings money and right palm itching loses money. ഇടതേ ഉള്ളംകൈയിൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ പണം വരും, വലതിലാണെങ്കിലോ പണം നഷ്ടമാകും എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ലൈഫ് ഇസ് എ സീരീസ് ഓഫ് റാൻഡം കോയിൻസിഡൻസസ് ദാറ്റ് കാൺട്ട് ബി ഷേപ്ഡ് ബൈ സ്ട്രേഞ്ച് ലിറ്റിൽ തിങ്സ് എന്ന ഒരു അനോണിമസ് കോട്ടുണ്ട്. യാദൃശ്ചികമായ ചില സംഭവങ്ങളുടെ ശൃംഖലയാണ് നമ്മുടെ ജീവിതം. ഈ ബഹുലമായ നമ്മുടെ ജീവിതത്തെ ചില ചെറിയ വിചിത്ര സംഭവങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയുകയില്ല. ഒരിക്കൽ നാട്ടിൻപുറത്ത് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ണാടി വീണ് പൊട്ടിപ്പോയി. അവരുടെ വിശ്വാസപ്രകാരം കണ്ണാടി പൊട്ടിക്കഴിഞ്ഞാൽ 7 വർഷം ദുരിതങ്ങളായിരിക്കുമെന്നായിരുന്നു. അവരെന്ത് ചെയ്തു എന്നറിയോ? 7 വർഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരുന്നു. 7 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ സമയത്ത് പല മാറ്റങ്ങളും ചുറ്റുവട്ടത്തിലും കാണുന്നുണ്ട്. ആദ്യം കണ്ടത് വൃദ്ധനായ ജ്ഞാനിയായ ഒരു വ്യക്തിയെയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ എന്ന്. ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കണ്ണാടി പൊട്ടിയത് കാരണം 7 വർഷം വീട്ടിൽ കഴിയുകയായിരുന്നു. ഇദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ബുദ്ധി ഉദിച്ചത് എന്ന്. അവർ പറഞ്ഞു, എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് എനിക്ക് പറഞ്ഞു തന്നാണ്. നിങ്ങളുടെ അമ്മയോ? അവർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് എന്ന്. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് 7 വർഷം അല്ലെങ്കിൽ അതിലധികം പോയി കാണും. നിങ്ങളുടെ അമ്മയ്ക്കും അതുപോലെ പോയിട്ടുണ്ടായിരിക്കും. ജനറേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോയി കാണും കുറേ സമയം. ശരിക്കും ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. സൂപ്പർസ്റ്റിഷൻസിനെ കുറിച്ച് പറയുമ്പോൾ 4 സത്യങ്ങളുണ്ട്. 1. സൂപ്പർസ്റ്റിഷൻസ് ആർ പാസ്ഡ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്നതാണ് അന്ധവിശ്വാസങ്ങൾ. സൂപ്പർസ്റ്റിഷൻസ് ലാക്ക് സയൻറ്റിഫിക് എവിഡൻസസ് ടു സപ്പോർട്ട് ദം. ശാസ്ത്രീയമായ യാതൊരുവിധ തെളിവുകളും ഇല്ലാത്തതാണ് അന്ധവിശ്വാസം. ദേ പ്രൊവൈഡ് എ സെൻസ് ഓഫ് കംഫർട്ട് ഓർ കൺട്രോൾ ഇൻ അൺസർട്ടൺ സിറ്റുവേഷൻസ്. നമ്മൾ ജീവിതത്തിൽ അൺസർട്ടനിറ്റി അനുഭവിക്കുന്ന സമയത്ത് ചെറുതായി കംഫർട്ടിംഗ് ആയിട്ട് തോന്നും അന്ധവിശ്വാസങ്ങൾ. ദേ ഗിവ് എ സെൻസ് ഓഫ് കംഫർട്ട് വിച്ച് ലീഡ്സ് ടു ഇറ്റ്സ് കണ്ടിന്യൂയിറ്റി. നമുക്ക് ഇങ്ങനെ ലഭിക്കുന്ന ഒരു സുഖമാണ് അന്ധവിശ്വാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അയ്യോ കറുത്ത പൂച്ച എന്ന് പലരും പറയാറില്ലേ? നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ കറുത്ത പൂച്ച നമ്മുടെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കാര്യം ശരിയാകില്ല എന്ന് പലരും വിശ്വസിക്കുന്നു. ഇതിൻ്റെ കാരണം പറയുന്നത്, പഴയ കാലത്ത് കാളവണ്ടികളിലാണല്ലോ ആളുകൾ യാത്ര ചെയ്യുക. ഈ കാളകൾ രാത്രി സമയത്ത്
പൂച്ചയുടെ തിളങ്ങുന്ന കണ്ണുകൾ കാണുന്ന സമയത്ത് പേടിക്കാറുണ്ടത്രേ. അതുകൊണ്ട് ഈ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ കുറച്ചു സമയം അവിടെ വിശ്രമിക്കും. ഇത് പിന്നീട് അന്ധവിശ്വാസമായി മാറി. രാത്രികാലങ്ങളിൽ ആൽമരച്ചുവട്ടിൽ പോയി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം പറയുന്നത് പകൽ സമയങ്ങളിൽ കൂടുതൽ ഓക്സിജനും രാത്രി നേരത്ത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും പുറപ്പെടുവിക്കുന്നു അത്രേ ആൽമരം. അതുകൊണ്ട് രാത്രി അവിടെ പോയി നിൽക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അത്രേ. പക്ഷേ അത് അന്ധവിശ്വാസമായി മാറി. സന്ധ്യാസമയം കഴിഞ്ഞാൽ വീട്ടിൽ നഖം മുറിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് കാരണം ഇന്നു മുതൽ രാത്രി നഖം മുറിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നല്ലൊരു ശീലമാണ്. പക്ഷേ ഇതിൻ്റെ കാരണം പറയുന്നത് പഴയ കാലത്ത് വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. അപ്പോൾ നഖം മുറിക്കുന്ന സമയത്ത് കൈ മുറിയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഭക്ഷണത്തിലേക്ക് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ രാത്രി നഖം മുറിക്കുമ്പോൾ മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതായിരിക്കും ദോഷം. അവരുടെ മനസ്സിലേക്ക് നമ്മൾ അന്ധവിശ്വാസങ്ങൾ തൊടുത്തുവിടുകയാണ്. ഫിയർ, അൺസർട്ടനിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് ആർ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറയാറുണ്ട്. അന്ധവിശ്വാസങ്ങൾ വളരുന്ന നിലം എന്ന് പറയുന്നത് പേടി, പ്രവചിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അനിശ്ചിതത്വം, ഇതെല്ലാം കൊണ്ടാണത്രേ. അപ്പോൾ ആ പേടിയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നുമെല്ലാം മാറാൻ വേണ്ടി മനുഷ്യൻ എന്തിനെയെങ്കിലും ആശ്രയിക്കുന്നു. ആ ആശ്രയിക്കുന്ന സംഗതി പിന്നീട് അന്ധവിശ്വാസമായി മാറുന്നു. ബിലീഫ്സ് ക്യാൻ ബി കംഫർട്ടിംഗ് ബട്ട് ദേ ക്യാൻ ഓൾസോ ബ്ലൈൻഡ് അസ് ടു ദ ട്രൂത്ത് എന്ന് അലക്സ് പട്ടക്കോസ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് നമുക്ക് സാന്ത്വനം ലഭിച്ചേക്കാം, മനസ്സിന് ഒരു സുഖം ലഭിച്ചേക്കാം. പക്ഷേ പ്രോബ്ലം എന്താണ്? സത്യത്തെ അത് മറയ്ക്കുന്നു. ലോകപ്രശസ്തനായ അമേരിക്കൻ സൈക്കോളജിസ്റ്റും ബിഹേവിയറിസ്റ്റുമായിരുന്ന B.F. സ്കിന്നർ ഈ സൂപ്പർസ്റ്റിഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുകയുണ്ടായി. ഈ കൂട്ടിലിട്ടിരിക്കുന്ന പ്രാവുകൾക്ക് വിശപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുക്കും. വിശപ്പ് മാറുന്നതിന് മുമ്പ് ഈ പാത്രം അദ്ദേഹം എടുത്തു മാറ്റും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഈ പ്രാവുകൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയും കംപ്ലീറ്റ്ലി കറങ്ങുകയും എല്ലാം ചെയ്യും. ആ സമയത്ത് B.F. സ്കിന്നർ വീണ്ടും കുറച്ച് ഭക്ഷണം കൊടുക്കും, വീണ്ടും എടുത്തു മാറ്റും. പ്രാവുകൾക്ക് തോന്നിത്തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോഴാണ് ഭക്ഷണം വരുന്നത് എന്ന്. ഈ കളിക്കുന്ന കളികൾ പ്രാവുകളെ സംബന്ധിച്ച് അന്ധവിശ്വാസമായി മാറി. അദ്ദേഹം പറയുന്നു, ദ ബേർഡ്സ് വെർ ട്രൈങ് ടു ലേൺ ടു പ്രൊഡ്യൂസ് ദ ഫുഡ് ഓൺ ദെയർ ഓൺ എന്ന്. പ്രാവുകൾക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, പ്രാവുകളാണല്ലോ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ പാടുമോ എന്നതാണ് ചോദ്യം. അയ്യോ ഒറ്റമൈന എന്ന് പറയുന്നവരുണ്ട്. ഒറ്റമൈനയെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ മൈനയെ തേടി നടക്കുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് രണ്ടാമത്തെ മൈനയെ കണ്ടില്ലെങ്കിൽ ആ ദിവസം പോയി. എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. അവർ ബിലീഫ്സ് ക്യാൻ ഷേപ്പ് അവർ എക്സ്പീരിയൻസസ് ബട്ട് ദേ ക്യാൻ ഓൾസോ ലിമിറ്റ് അവർ പൊട്ടൻഷ്യൽ എന്ന് എല്ലൻ ലാംഗർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുഭവങ്ങളെ രൂപപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾക്ക് പരിമിതി ഏർപ്പെടുത്തുവാനും കഴിയും. കാരണം ദ മൈൻഡ് ഇസ് സോ പവർഫുൾ. പുറത്തുള്ള സാധനങ്ങളും സംഗതികളുമല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പകരം അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചർച്ചകളുണ്ടല്ലോ, നമ്മുടെ വിശ്വാസങ്ങളുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. ഷുഡ് യു ബ്രേക്ക് യുവർ സൂപ്പർസ്റ്റിഷൻ? നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ നിങ്ങൾക്ക് എറിഞ്ഞുടയ്ക്കണോ? ഇതൊരു പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ വിശ്വാസമോ അന്ധവിശ്വാസമോ ഏതു തന്നെയായാലും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്കത് വിഷമമായി മാറും. പകരം ഈ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനുള്ള 4 ചോദ്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ആദ്യത്തെ ചോദ്യം, ഈസ് ഇറ്റ് ലിമിറ്റിംഗ് യുവർ എബിലിറ്റി ടു മേക്ക് ഇൻഫോംഡ് ചോയ്സസ് ഇൻ ലൈഫ്? നിങ്ങളുടെ ജീവിതയാത്രയിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ ചെയ്യേണ്ട കാര്യത്തിന് ഒരു വിലങ്ങുതടിയായി, ഓബ്സ്റ്റക്കിളായി മാറുന്നുണ്ടോ ഈ വിശ്വാസം എന്ന് സ്വയം ചോദിക്കുക. 2, ഇസ് ഇറ്റ് ഇൻ്റർഫിയറിംഗ് വിത്ത് യുവർ എബിലിറ്റി ടു ഫങ്ഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്? ഈ വിശ്വാസം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. 3, ഇസ് ഇറ്റ് ഗെറ്റിംഗ് ഒബ്സെഷണൽ? നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വിശ്വാസം ഒരു ഒഴിയാ ബാധ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ? സ്വയം ചോദിക്കുക. ഡു യു തിങ്ക് യു വുഡ് ബി ബെറ്റർ ഓഫ് വിതൗട്ട് ഇറ്റ്? ഈ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുമോ എന്ന് സ്വയം ചോദിക്കുക. ഈ 4 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം യെസ് എന്നാണ് എന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം നിങ്ങൾക്ക് ഗുണകരമല്ല
എന്ന് വേണം മനസ്സിലാക്കാൻ. ഹൗ ടു ബ്രേക്ക് സൂപ്പർസ്റ്റിഷൻസ്. എങ്ങനെയാണ് നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ എറിഞ്ഞുടയ്ക്കുക? 7 വഴികൾ പറയാം. നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ സോഴ്സ് ഓഫ് ദ സൂപ്പർസ്റ്റിഷൻ. നിങ്ങളുടെ അന്ധവിശ്വാസത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് പരിശോധിക്കുക. ആര് പറഞ്ഞു തന്നതാണ്? അച്ഛനോ അമ്മയോ പറഞ്ഞു തന്നതാണോ? എവിടെ നിന്നാണ് നിങ്ങളിത് പഠിച്ചത് എന്നാദ്യം മനസ്സിലാക്കുക. 2, ഫോക്കസ് ഓൺ ഫാക്ട്സ്, സീക്ക് എവിഡൻസസ്. വസ്തുതകൾ പരിശോധിക്കുക, തെളിവുകൾ ശേഖരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം സത്യമാണ് എന്നതിൻ്റെ തെളിവുകൾ. 3, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. അറിവ് നേടാൻ സ്വയം ശ്രമിക്കുക, ബുദ്ധിവികാസം വരുത്തുക. ഈ യൂട്യൂബ് വീഡിയോ പോലും നിങ്ങൾക്ക് അതാണ് ഉണ്ടാക്കി തരുന്നത്. 4, ചാലഞ്ച് യുവർ ബിലീവ്സ്. നിങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക, വെല്ലുവിളിക്കുക. ഒരു തെറ്റുമില്ല നിങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ. 5, എംബ്രേസ് അൺസർട്ടനിറ്റി. അനിശ്ചിതത്വത്തെ ആലിംഗനം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, മക്കളുടെ വിഷയങ്ങളിൽ, ജോലി വിഷയത്തിൽ, എല്ലാത്തിലും അനിശ്ചിതത്വം വന്നുകൊണ്ടിരിക്കും. 6, ഗ്യാദർ കോൺട്രാഡിക്ടറി എവിഡൻസസ്. കോൺട്രാഡിക്ടറി എവിഡൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസമുണ്ടല്ലോ, അതിന് എതിരായ തെളിവുകൾ ശേഖരിക്കുക. ഒറ്റമൈനയാണ് നിങ്ങളുടെ അന്ധവിശ്വാസം എന്ന് വിചാരിക്കുക. അങ്ങനെ ഒറ്റമൈനയെ കണ്ട ദിവസം, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കുക. അപ്പോൾ കണ്ടു തുടങ്ങും. ഇത് കോൺട്രാഡിക്ടറി എവിഡൻസ് ആണ്. 7, സീക്ക് സപ്പോർട്ട്. സുഹൃത്തുക്കളുടെയും കുടുംബത്തിലുള്ളവരുടെയും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെയും എല്ലാം സപ്പോർട്ട് തേടുക, സത്യത്തെ അറിയാൻ വേണ്ടി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്വസ്റ്റ്യൻ അവർ അസംഷൻസ് ആൻഡ് ബിലീവ്സ് ആൻഡ് ടു സീക്ക് ഔട്ട് എവിഡൻസ് ദറ്റ് ചാലഞ്ചസ് അവർ വേൾഡ് വ്യൂ എന്ന് കാരൽ ടാവറിസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ലോകത്തെ അറിയാനുള്ള മറയുണ്ടല്ലോ, അത് നീക്കാൻ നമുക്ക് കഴിയുന്നു. നിങ്ങൾക്ക് പല പല അന്ധവിശ്വാസങ്ങളുമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ പോകുന്നത്? കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റു പലർക്കും അത് ഉപയോഗപ്രദമായിരിക്കും. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.